അപ്പൊ ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇക്ക മരിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിൽക്കണോണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ശല്യങ്ങൾ കൂടുതലാണ്. കാരണം ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞിട്ടും പോവാണ്ട് പല നമ്പറെന്നും നെറ്റ് നമ്പറെന്നും വിളിച്ച് ഭയങ്കരമായിട്ട് ഒരാൾ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു തിരിച്ചടിയായിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്റെ കല്യാണ വിഷയം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാണ് ഹസ്ബൻഡ്, ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞതെന്ന് ഞാൻ എന്റെ ചാനലിൽ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത്രയും ബോൾഡായിട്ടുള്ള ഷാജിദ എന്തുകൊണ്ടാണ് ഇത്രയും മോശപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോയത്? ഇതൊരു മോശമല്ലല്ലോ. കല്യാണം എന്നുള്ളൊരു നാടക പ്ലാൻ എപ്പോഴാണ് ഇട്ട് തുടങ്ങുന്നത്? അതന്നെ ഇങ്ങനത്തെ കമന്റ്സുകൾ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രഷർ കയറിയിട്ട് ഇനി ആരും എന്നെ വിധവ അങ്ങനെ എങ്ങനെ എന്നുള്ളത് പറയണ്ട, എന്റെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചു, നിക്കാ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷോർട്സ് ഇട്ടു. അപ്പൊ ശരിക്കും കല്യാണം നല്ല ബോൾഡായ ഒരു കുട്ടി, നല്ല സമർത്ഥയാണ്. പല സാമർത്ഥ്യമല്ല, നല്ല അതിസാമർത്ഥ്യമുള്ള കുട്ടി, നല്ല സുന്ദരിയാണ് സാജിദ. പലർക്കും അറിയായിരിക്കും. ഞാൻ അവരെ കുറിച്ച് വീഡിയോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ചെയ്യലുമില്ല, ചെയ്തിട്ടുമില്ല. പക്ഷേ പിന്നെ ഈ മോളോട് പറയാൻ എനിക്ക് ചോദിക്കാനുള്ളത്, പൊന്നു പെങ്ങളെ സാജി സിസ്റ്ററെ, ഇത് പിന്നെ നമ്മൾക്ക് കുട്ടികളെ കാര്യത്തിലായാലും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും അവരുടെ വിദ്യാഭ്യാസ മാർക്ക്, സ്കോളർഷിപ്പ്, അങ്ങനത്തെ സ്ഥാപനങ്ങളുടെ കാര്യത്തിലായാലും ഇതിനൊക്കെ ഈ പിന്നെ ക്യാമറ ഓണാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ ആ സ്പോട്ടിലാണ് കരയാന്ന് ഇത് ചെയ്യുക, അവനാലും വേണ്ട പോലത്തിൽ പറയാം. ഈ പരാതികളൊക്കെ പറയാനുള്ള ഒരു ചെമ്പാണ് സോഷ്യൽ മീഡിയ. അതൊരു ചോദ്യമുള്ളൂ. അങ്ങനത്തെ പിന്നെ സ്ഥാപനത്തിൻ്റെ കാര്യത്തിൽ കുട്ടിക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസപരമായിട്ട് അതിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ പരാതിപ്പെടുമോ? പോലീസ് സ്റ്റേഷനുണ്ട്. അപ്പോൾ ആ ക്യാമറ ഉണക്കി വെച്ചുകൊണ്ട് ആ സ്പോട്ടിൽ ആ സങ്കടം ഒക്കെ മുഖത്ത് വന്നുകൊണ്ടുള്ള അഭിനയിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. ഉമ്മാൻ്റെ കാര്യമായാലും, ഉമ്മാൻ്റെ ഷെഡ്യൂൾ ഡാൻസ് ആയാലും, ഇപ്പോൾ ഉമ്മാൻ്റെ വിഷയം പരാതിപ്പെടാൻ ഉമ്മ അങ്ങനെ ഞാൻ റൈറ്റ് സാജിദാൻ്റെ കയ്യിലാണോ റൈറ്റ് ഉമ്മാൻ്റെ കയ്യിലാണോ ആ വിഷയത്തിൽ പോകില്ല. കേൾക്കുന്ന മലയാളികൾക്കറിയാം, എല്ലാവരും വിലയിരുത്തിക്കുന്നു. അപ്പം അത് പിന്നെ ഉമ്മഞ്ഞ് വെട്ടി തന്നെ നിൽക്കുക. അതിന് പരാതിപ്പെടാൻ അവിടെ ഒരു പിന്നെ ഒരു ഏരിയ അല്ലേ, പോലീസ് സ്റ്റേഷനല്ലേ, അല്ലെങ്കിൽ സെല്ലുകളില്ലേ, വനിതാ പല വകുപ്പുകളില്ലേ. ആ പരാതിയും വിളമ്പാനൊരു ചെമ്പായി സോഷ്യൽ മീഡിയ സാജിദ കണ്ടിട്ടുണ്ടെങ്കിൽ സാജിദ ഉമ്മാൻ്റെ ഷെഡ്യൂൾ ഡാൻസ് പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളെ വാങ്ങി ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സാജിദക്ക് റേഷനരി വാങ്ങണം, അല്ലെങ്കിൽ ചാക്കരി വാങ്ങണം. അതിന് ഷാജിദാന്റെ മനസ്സിൽ ഉമ്മാൻ്റെ ഒന്നും ഇനിയും ഇങ്ങനത്തെ പരാതിയുള്ള നിങ്ങളെ ഉപദ്രവം ഉണ്ടാവട്ടെ, എന്നാലും എനിക്ക് ഇനിയും വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, ആ ഒരു മൈൻഡിലാണ്. അപ്പോൾ ഇത് പിന്നെ പെങ്ങളോ ഇതിന് ഈ പരാതികളൊക്കെ ചെയ്യാൻ സോഷ്യൽ മീഡിയ ചെമ്പ് ഉപയോഗിക്കുന്നത് വളരെ ഒരു ആഭാസമാണ്. അത് ശരിയായ രീതിയല്ല. അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഇപ്പം വീഡിയോയിൽ പറഞ്ഞു കേട്ടില്ലേ, ഞാൻ പിന്നെ കല്യാണത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അതൊക്കെ കേൾക്കുന്നവർ വിലയിരുത്തുന്നുണ്ട്. ഒരു പക്ഷേ സാജിദാന്റെ പിന്നെ മുൻ ഭർത്താവൊക്കെ എന്തുകൊണ്ടായിരിക്കാം ഈ സ്വഭാവം ഒട്ടേറെ ഒരാളെ അക്സെപ്റ്റ് ചെയ്യുമോ നോക്കണം. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നത്, അതൊക്കെ സാജിദാക്ക് പേഴ്സണലായിട്ട് അറിയുള്ളൂ. പക്ഷേ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ വിവരങ്ങൾ അറിയുന്ന വീക്ഷിക്കുന്ന അരി തിന്നുന്ന എല്ലാ മലയാളീസിനും അറിയാം സാജിദ എന്ന ക്യാരക്ടർ എന്താണ്. അപ്പം എനിക്ക് ഈ വീഡിയോയിൽ ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ, പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ പരാതി കാര്യങ്ങളും ഈ കരച്ചിലും ക്യാമറകളിലെ കരച്ചിലും ഉമ്മാൻ്റെ ഷെഡ്യൂൾ ഡാൻസും മറ്റേതും പറഞ്ഞുള്ള പരാതി വിളമ്പാനുള്ള മാർഗം ഈ പ്ലാറ്റ്ഫോം യൂട്യൂബാണോ ചെമ്പ്? എന്തുകൊണ്ട് പരാതി പറ്റിയില്ല? ഏത് സ്റ്റേഷനിലെ സാധ്യത പരാതി കൊടുത്ത്? അതുകൊണ്ട് പെങ്ങളെ ഇത് ശരിയായ രീതിയല്ല. അത് ഒറ്റ കാര്യം സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ. ഒന്ന്, എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല. രണ്ടാമതൊരു കാര്യം, 1, 2, 3 വർഷങ്ങൾ കഴിഞ്ഞാൽ കൂടെയുള്ള കുട്ടികളൊക്കെ കൗമാരപ്രായം കഴിഞ്ഞ് താടി മീശയും പൊടിമീശയും വരുന്ന കാലത്ത് സാജിദ ഇതിലേറെ ഒറിജിനലായിട്ട് കരയേണ്ടി വരും. അത് പ്രാക്ടിക്കലിനൊരു പാഠമാണ്. അത് 1, 2 വർഷമാണ്, വിദൂരമല്ല. അത് കാരണം അത് അങ്ങനെയാണ് ഇതിലെ റെയിലിന്റെ പോക്കെടുക്കുന്നത്. നമ്മൾ മാങ്ങൻ്റെ അണ്ടിയിൽ മാങ്ങയെ മുളക്കൂ, മാങ്ങൻ്റെ അണ്ടിയിൽ പ്ലാവ് മുളക്കില്ല. അപ്പോൾ ആ റൂട്ട് അങ്ങനെ വരൂ. അപ്പോൾ സാജിദ് അത് കീപ്പ് ചെയ്യുക. പരാതിപ്പെടാനുള്ളവരടുത്ത് പരാതിപ്പെടുകയല്ലാതെ എല്ലാ പരാതിയും സോഷ്യൽ മീഡിയ ചെമ്പിൽ വിളമ്പരുത് എന്ന റിക്വസ്റ്റ് മാത്രമാണ്. പെങ്ങളെ കീപ്പ് ഇറ്റ്. ഓക്കെ, ബൈ.